എന്നും പാവങ്ങൾക്കൊപ്പം നിന്ന പ്രകൃതിക്കൊപ്പം നിന്ന ബീന ഗോവിന്ദന് വിട പറയാനൊരുങ്ങുകയാണ് നാട്. കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച ബീനയുടെ സംസ്കാരം പത്തനംതിട്ട ഇലന്തൂരിൽ നടക്കും. അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയടക്കം ഒട്ടേറെ പദ്ധതികൾക്ക് സംസ്ഥാനത്ത് തുടക്കം കുറിച്ച സാമൂഹിക പ്രവർത്തക കൂടിയായിരുന്നു ബീന ഗോവിന്ദൻ. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുകയാണ് ബീന ഗോവിന്ദന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ. 3 പതിറ്റാണ്ടിലധികമായി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സാമൂഹിക പ്രവർത്തനങ്ങളിലും അർദ്ധ സർക്കാർ പദ്ധതികളിലും ബീന ഗോവിന്ദ് സജീവമായിരുന്നു. പഠനത്തിൽ മികവ് കാട്ടിയ ബീന മാർത്തോമ കോളേജിലെ പഠന കാലയളവിൽ SFIയുടെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു. അന്നുമുതൽ ജനപക്ഷ രാഷ്ട്രീയമാണ് ബീന ഗോവിന്ദ് പിന്തുടരുന്നത്. 1993 KWAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി ബേസ്ഡ് സാനിറ്റേഷൻ പ്രോഗ്രാമിൽ ഫീൽഡ് ഓഫീസറായി പ്രവർത്തിച്ചുകൊണ്ടാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലെ ബീനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പിന്നീട് SRC ബംഗ്ലാദേശിൽ 2 ജില്ലയിൽ നടത്തിയ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് സ്റ്റഡി, UNDPയുടെ ഭാഗമായുള്ള പ്രവർത്തനം, വിജയാനന്ദിനൊപ്പം SFCയിലെ പ്രവർത്തനം തുടങ്ങി കൈവച്ച എല്ലാ മേഖലകളിലും ബീന കഴിവ് തെളിയിച്ചു. തൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ടും അർപ്പണബോധം കൊണ്ടും പാവങ്ങളോടുള്ള അകവഴിഞ്ഞ കൂറുകൊണ്ടും ഒരു വളരെ വ്യത്യസ്തത പുലർത്തിയിട്ടുള്ള സ്ത്രീയായിരുന്നു. ഇവിടെ പത്തനംതിട്ട വരട്ടാർ പദ്ധതിയിൽ, പുനരുജ്ജീവന പദ്ധതിയിൽ, മെഴുവേലിയിലെ സമഗ്ര വീട് നിർമ്മാണ പാർപ്പിട പരിപാടിയിൽ, ആലപ്പുഴയിൽ കുടുംബാടിസ്ഥാനത്തിലുള്ള മൈക്രോ പ്ലാനുകൾ അവിടുത്തെ ഉള്ളാട കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയ അവരുടെ നല്ല ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നുള്ള അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള മൈക്രോ പ്ലാനിംഗ് പദ്ധതിയുടെ അടിത്തറ അന്ന് ബീനയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നടത്തിയിട്ടുള്ള പരീക്ഷണം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ബീന ഗോവിന്ദ് സജീവമായിരുന്നു. വരട്ടാറിന്റെ പുനരുജ്ജീവന പദ്ധതിയിൽ നിസ്തുല സംഭാവനയാണ് ബീന നൽകിയത്. പ്രതിമാസം 3.5 ലക്ഷം രൂപ ലഭിക്കാമായിരുന്ന ജോലി വേണ്ടെന്നു വെച്ചിട്ടാണ് ബീന ഗോവിന്ദ് തോമസ് ഐസക്കിനൊപ്പം പത്തനംതിട്ടയിലെ യുവതീയുവാക്കൾക്ക് തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായത്. ശനിയാഴ്ച ഇലന്തൂരിലെ വസതിയിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൈരളി ന്യൂസ്, പത്തനംതിട്ട.